നമസ്കാരം, ഞാൻ മൃണാൾ. ചെന്നൈയിൽ രാവിലെ ഒരു 10:30 നല്ല മലയാളി ഭക്ഷണം കിട്ടാൻ നല്ല പാടുള്ള സിറ്റിയാണ് ചെന്നൈ. അല്ല, അതിപ്പോൾ ദുബായ്, ദോഹ പോലെ വളരെ അപൂർവ സിറ്റീസ് ഒഴിച്ചു നിർത്തിയാൽ നല്ല മലയാളി ഭക്ഷണം കേരളത്തിന് പുറത്ത് കിട്ടാൻ നല്ല പാട് തന്നെയാണ്. ചുമ്മാ കഴിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ചധികം കാലമായി എന്നോട് പലരും പറയുന്നു ഈ നെയ്പുട്ടിൻ്റെ കാര്യം, അതുപോലെ അവിടെ കിട്ടുന്ന സീ ഫുഡിൻ്റെ കാര്യം, ബീഫിൻ്റെ കാര്യമൊക്കെ നമ്മൾ അന്വേഷിക്കണ്ടേ. ഉള്ളപ്പത്തേനും പൊറോട്ടയ്ക്കൊരു ചാൻസ് ഇല്ലേ ഇവിടെ? ഉണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് എടുക്കും. അതിലങ്ങ് ഉണ്ടാക്കും. അതെ, ഇത് അമ്മച്ചിമാരെല്ലാം ഇതുപോലത്തെ ചീനിച്ചട്ടി തപ്പിയെടുക്കുന്നത് എന്നാത്തതെന്നറിയാവോ? ഈ 10ഉം 12ഉം ഒക്കെ തിന്നുന്നതിന് കുഞ്ഞപ്പം ഉണ്ടാക്കി കൊടുത്താൽ പറ്റും. നിനക്കിത് എവിടെ നിന്ന് വേണം? ഇവിടെ വേണം, ഞാൻ കൊണ്ടുവരാം ബാക്കി സാധനങ്ങൾ. എനിക്ക് ഇത്രയും മതി. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ നിങ്ങളുടെ കടലക്കറി. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറയണേ. കടലക്കറി അല്ലേ? കടലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇവിടുത്തെ കടലക്കറി നല്ല വറുത്തരച്ച തേങ്ങ. ആക്ച്വലി ഇത് പൊളി പരിപാടിയാണ്. ഇത് ഹംഗ്രി മൃണാളിലേക്ക് എടുത്തിരിക്കുന്നു. ഡൺ. പുട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, പുഴുങ്ങിയ പഴം നമ്മൾ ഉണ്ടാക്കും, കുറച്ച് തേയും കൂടെ കൊടുത്താൽ പോരെ. എന്ത് പറയുകയാണ്, നമ്മൾ ചോറിൻ്റെ കൂടിയും കഴിക്കാം. ഈ പഴംപൊരിയും ബീഫും കഴിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? പഴംപൊരിയും ബീഫും കഴിക്കുന്നതിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്. എനിക്ക് പൊതുവെ മോശം അഭിപ്രായം ആണല്ലേ? പക്ഷേ ഞാനും ഐ എം നോട്ട് എ ബിഗ് ഫാൻ. പക്ഷേ ഇവിടെ വന്ന ആളുകൾ കഴിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലേ? ചിലവരത് ആസ്വദിച്ച് ഈ 5 വിരലുവേ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ പഴം, അത് കുഴയ്ക്കും അങ്ങോട്ട്. എനിക്ക് പണ്ട് നായന്മാരുടെ കല്യാണത്തിന് പോകുമ്പോൾ പഴവും ഇതും പപ്പടവും എല്ലാം കൂടെ പൊടിച്ചിട്ട് ഇങ്ങനെ കഴിക്കും. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. പക്ഷേ അവരത് ഭയങ്കര ആസ്വദിച്ചാണ് കഴിയുന്നത്. അവരത് കഴിച്ചാലേ സദ്യയുടെ ഒരു നായന്മാരെ ഇഷ്ടമല്ലേ? അയ്യോ, ഞാൻ നായന്മാരെന്ന് എടുത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ നായന്മാരുടെ കല്യാണത്തിനാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരും ഇഷ്ടം, മനുഷ്യന്മാരെല്ലാം ഇഷ്ടം. പക്ഷേ ഈ പഴംപൊരിയും ബീഫും ശരിയല്ല, ബാൻ ചെയ്യണം. ബാൻ ചെയ്യണം. ഒരു 5-8 സാധനങ്ങൾ ബാൻ ചെയ്യും. എന്നിട്ട് എൻ്റെ റെസ്റ്റോറൻറ്റിൽ മാത്രം കൊടുക്കാനുള്ളൊരു സ്പെഷ്യൽ ഓർഡർ വേണം. ഹൈക്കമാൻഡിൽ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. ഹൈക്കമാൻഡിലൊക്കെയാണ് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുള്ളത്. വെരി ഗുഡ്. എന്താ പറയണ? വിഷ്വലിനിടയിൽ സൗണ്ട് വന്നാൽ നമ്മളെന്നെ പേടിക്കണേ. എന്തേ ഇപ്പോഴത്ത് പോയാ അതെ, ഇത് മതി. എനിക്ക് ബാക്കി പറയാം. ഈശ്വര, ഇത് എവിടുന്നെടുത്ത് തുടങ്ങും? മണമൊക്കെ കറക്റ്റാ. സാരഥി എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്നോ. പക്ഷെ അങ്ങനെ പിണങ്ങോ? എന്തേലൊക്കെ കാണും. വല്ലാതെ ചൂട്. ഇതെപ്പോൾ തുടങ്ങിയതാ? നമ്മളിത് തുടങ്ങിയിട്ട് 6 കൊല്ലം. ഈ ബ്രാഞ്ചൊക്കെ ഉള്ളതാണോ വെറുതെ എഴുതി വെച്ചാണോ? ഇടയ്ക്കിടയ്ക്ക് മായ്ക്കാമല്ലോ എന്ന് ഓർത്തങ്ങ് എഴുതി വെച്ചിരിക്കുന്നു. ഈ കടലക്കറി ആക്ച്വലി പുട്ടിനേക്കാളും ബെസ്റ്റ് പൊറോട്ടക്കറിയും. ഞാൻ കടലക്കറി കപ്പയുടെ കൂടെ വരെ കഴിക്കും. അവനെന്താ കഴിക്കാതെന്നറിയാം? നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, അവിടുത്തെ ഒരാളുണ്ട്, ലെജൻഡറി മനുഷ്യൻ. അയാളുടെ കയ്യിൽ നിന്ന് ഉറപ്പായി ഇന്ന് തല്ല്. ബാബ ബ്ലാക്ക് ഷീപ്പ്. അപ്പം എടുത്ത് കഴിക്കടോ, അപ്പം വേറെ വരും. എൻ്റെ ചുറ്റും ഇപ്പോൾ ആൾക്കാർ ഇന്ത്യൻ സിനിമയിൽ ദേ അന്നയുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഈ സാധു മനുഷ്യൻ്റെ കമ്പനിയോ ടച്ച് ചെയ്യാത്ത മേജർ സിനിമകളൊന്നും ഉണ്ടാവില്ല. എല്ലാ ഭാഷയിലും അങ്ങേര് തൊടാതെ പടമില്ല. ഇതെൻ്റെ നാഷണൽ അവാർഡ് ഇനി എനിക്ക് വേണ്ടെന്ന് പറയുന്ന കൈൻഡ് ഓഫ്. എന്നാൽ അങ്ങേരെ കണ്ട കുറച്ച് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. ഇതൊന്നും അങ്ങേര് ചെയ്തതെന്നുള്ള യാതൊരു ഇതുമില്ല. ചൂടോടെ വരണം. ഇത് നാടൻ പൊറോട്ടയല്ല, ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പൊറോട്ടയാണ്. പക്ഷേ ഈ കടലക്കറി ഈ സാധനം കൂടെ ഉണ്ടല്ലോ, ബ്യൂട്ടിഫുൾ. അൽഹംദുലില്ലാ. പാലയിൽ എവിടെയാ വീട്? പിന്നെ ഇവിടെ രാമപുരത്താണോ? നെയ് വേണോ? പുതിയ കോമ്പിനേഷൻ കണ്ടുപിടിച്ച് പൊറോട്ട കടലയിൽ കുതിർത്തിയിടുക. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു പത്തിരി ഇങ്ങനെ വെറുതെ എടുക്കുക. വേണേ തേങ്ങാപ്പാൽ ഒഴിക്കാം, പക്ഷെ ഞാനിപ്പോൾ പൊതുവെ തേങ്ങാപ്പാലിനെ എതിരാണ്. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചൊഴിച്ച്
ഇനിയിപ്പോൾ അലുവയിലടക്കം തേങ്ങാപ്പാലോ. ഓൾറെഡി കോക്കനട്ട് അൽവ ഉണ്ട്. മലയാളി ഷെഫുമാർക്ക് ഈ തേങ്ങാപ്പാലിനുള്ള ഭ്രാന്ത് കോവിഡിന് ശേഷം ഭീകരമായിട്ട് കൂടിയല്ലേ? കേരങ്ങളുടെ നാടായ കേരളത്തിൽ നിന്നൊരു ഡിഷ് നടക്കുമ്പം എവിടെയെങ്കിലുമൊക്കെ കേരളീയ മയം വരണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലും തേങ്ങയും വേണമെന്ന് എഴുതപ്പെടാത്ത ഒരു സത്യം പോലെ അങ്ങായി. വീട്ടിൽ പോയിട്ട് കഴിക്കണ പോലെ. ആ കോട്ടയത്തെ എൻ്റെ അമ്മച്ചി കമ്മിങ് ബാക്ക് ടു പത്തിരി ബീഫ്. നിങ്ങളുടെ നല്ല ബീഫാണ് ആണോ മോനെ? ഒരപ്പം കൂടെ പറയാം. ഇനിയും ലൈറ്റ് ഇട്ടൊരു വണ്ടി പറഞ്ഞോട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് മരിക്കാനുള്ളതാ. ചൂട്ടിൽ കഴിച്ചിട്ട് കടലക്കറി ഞങ്ങളുടെ ബെസ്റ്റാണ്. ഞങ്ങൾക്ക് നല്ല ബെസ്റ്റ് സെല്ലറാണ് കടലക്കറിയൊക്കെ. ഒഴിക്കട്ടെ ഇച്ചിരി കടലക്കറി? ഡിസ്റ്റർബ് ചെയ്തോ? ചോദിക്കാനുണ്ടോ? ഒഴിച്ചോ. കടലക്കറി ഇട്ട് നെയ്യ് തരണം. ദൈവമേ, സഹിക്കാൻ പറ്റുള്ള. നെയ്ക്ക് 780 രൂപ വിലയാ. ചുമ്മാ ആക്രിത്തരം പറയാതെ. അല്ലെങ്കിൽ തന്നെ സിനിമക്കാർ പിശുക്കന്മാരാന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ചയുടെ അഭിപ്രായമുണ്ട് കേരളത്തിൽ. ആക്ച്വലി ദിസ് ഈസ് ഫാബുലസ്. കടലക്കറി വിത്ത് നെയ്യ്. ഈ അപ്പത്തിൻ്റെ നടുവിലൊരു സാധനം കണ്ടോ? അത് വെച്ചൊരു പണിയുണ്ട്. ഈ കടലക്കറി ഇഡ്ഡലിയും സംഭവമായിരിക്കും. പക്ഷെ എനിക്ക് മീനും ദോശയും ഇഡ്ഡലിയും മീൻകറി ഇഡ്ഡലി സൂപ്പർ. അത് നമ്മുടെ നാട്ടിലൊക്കെ ചട്ടിയിൽ വറ്റിച്ചെടുക്കുന്ന സാധനം ഉണ്ടല്ലോ. ആഹാ. എന്നുവെച്ച് തേങ്ങാപ്പാലും ഒഴിച്ച് ചൂടിടിയപ്പം. ഈ അപ്പം തന്നെ ഈ പാട്ട് ഇത് പണ്ടൊരു ശ്രീലങ്കക്കാരൻ കാണിച്ചു തന്നാണേ. ഇത് കറക്റ്റാണ്. ഓക്കെ, ഇത്തിരി സ്വീറ്റ്നെസ് ഉള്ള അപ്പം വേണം. 1 2 3. ഇപ്പോൾ സ്വീറ്റ്നെസ് കിട്ടുവേ. ആക്ച്വലി ചിലപ്പോൾ എനിക്കിതിൻ്റെ വില മനസ്സിലാവില്ല. കാരണം ഞാൻ കേരളത്തിൽ തന്നെ ജീവിക്കല്ലേ. ചെന്നൈയിൽ തന്നെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, എവിടുന്ന് കിട്ടാനാ? പക്ഷെ ചെന്നൈ, ഹൈദരാബാദ് ഒക്കെ എത്ര മലയാളികളാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ അടപ്രഥമൻ ഉരുളി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടി വരും. ചോറ് വേണം, ചോറ് വേണം, ചോറ് വേണം, ചോറ് വേണം, ചോറ് വേണം. ഈ മുട്ട ഞാൻ എടുത്തോട്ടെ. അല്ല, താൻ എടുക്കരുതെന്ന് പറഞ്ഞാലും ഞാൻ എടുക്കും. പക്ഷെ ചോദിച്ചു എന്നുള്ളൊരു. ശരിക്കും നമ്മൾ പോകുന്നതിന് മുന്നേ അടപ്രഥമൻ റെഡിയാവുമായിരിക്കും. അടപ്രഥമനാ അകത്തുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പഴവും പപ്പടും ബോളിയോ? അവിടെ കൊടുത്തേക്കും. സഹിക്കാൻ പറ്റണല്ലേ. ഇത് ആക്ച്വലി ഒരു ബ്രഞ്ചാക്കി നമുക്ക് പൊളിക്കാൻ പറ്റുന്ന സ്ഥലം. സിനിമാക്കാരനല്ലേ, എല്ലാം വിളമ്പി കിട്ടിയല്ലേ ശീലം. നിങ്ങൾ ഫോൺ ചെയ്ത് അല്ലു അർജുൻ ഫോൺ എടുക്കുമോ? അപ്പോൾ പുഷ്പ 1 നിങ്ങൾ തന്നെയാണ് ചെയ്തത്. വിജയുടെയും രജനീകാന്തിൻ്റെ ഒക്കെ പടം ചെയ്തിട്ടുണ്ടോ? ഏതോ വീട്ടിൽ ഇന്ന് ചോറ് വിളമ്പ കയ്യിൽ ഇവിടെ മുഴുവൻ കയ്യിലാ. ഞാൻ എല്ലാം ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. വയനാട്ടിലോ? ആ, വയനാട്ടില് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന ചോറ. എൻ്റെ ഇതുപോലുള്ള ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കരുത്. ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ കച്ചവടം സംസാരിക്കും. ഇത് കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അലിഞ്ഞ് ചേരൂ. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിച്ചാൽ ഈ ചൂടുണ്ടാവില്ല. പക്ഷെ ആക്രാന്തം എന്ത് ചെയ്യാൻ പറ്റും? ചോറുണ്ടോ? ചോറുണ്ട്. ഒരു സിനിമ സെറ്റ്, ഗംഭീര ഫുഡ്. അപ്പോൾ ഇയാളുടെ യൂണിറ്റുകളും ക്യാമറകളും ഇന്ത്യ മുഴുവൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കണ്ട, സെറ്റിൽ പോയിട്ട് കഴിച്ച് അവിടെയുള്ള പിള്ളേരുടെ ഒരു ഹായ് ഒക്കെ പറഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലും. ഏതാ? കടലക്കറിയും ചോറും കഴിക്കാൻ പോവില്ലേ ഉള്ളൂ. ഇത് തുടങ്ങിയല്ലേ ഉള്ളൂ. ഇത് കാണ്ടായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ അവിടെ ചെല്ലും, നല്ല ഫുഡ്. ആ പ്ലേറ്റിലൂടെ ആ ചോറൊക്കെ വിളമ്പി അതിനകത്തോട്ട് കുറച്ച് കറിയൊക്കെ ഒഴിച്ച്
കുഴച്ച് വായിലോട്ട് വെക്കാൻ നേരത്ത് ഏതെങ്കിലും ഒരാൾ വന്ന് ഞാൻ എന്ത് ക്യാമറ എന്ത് ചെയ്യും? സ്ഥിരമല്ലേ നമ്മളൊന്നും അറിയാതെ പോലെ അന്തസ്സായിട്ട് ചോറും കെട്ട് എഴുതിട്ട് പോകും. ഇത്രയും വലിയ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരുമായിട്ട് ഡെയിലി ബേസിൽ ഡീൽ ചെയ്യേണ്ടി വരുമ്പോൾ എന്താ ഫീൽ ചെയ്യാം? പേഴ്സൺ ഈ ആൾക്കാരൊക്കെ വളർന്നുകൊണ്ടാണ്. പാലായിൽ നിന്നും അന്ന ആവശ്യപ്പെട്ടതനുസരിച്ച് ചോറും കടലക്കറിയും. എന്തൊരു അപ്പം പിന്നെ പാലക്കതല്ലേ പണി. അപ്പം ട്രൈ അവിടെ പോകണം. വെറുതെ അപ്പം കളയണ്ട. ഇല്ല ഒന്ന് ട്രൈ ചെയ്തു. നഷ്ടപ്പെടാം. ആ അപ്പം അല്ലെങ്കിൽ വേറൊരപ്പം. എന്തോ അറിയത്തില്ല ഈ ഷെഫ് എടുത്ത് തരണം കഴിച്ച് പരിശോധിച്ചു പോലെ എവിടെയോ ഏതോ യൂണിറ്റ് ഇത് അടിച്ചു പറ്റിയതായിരിക്കും. യൂണിറ്റിലല്ല. എൻ്റെ സ്വന്തം ബെസ്റ്റായിട്ട് തോന്നിയ സാധനങ്ങളാണ്. എനിക്ക് കടും മധുര പോലെയാണ്. മധുരമൊക്കെ നമ്മൾ നല്ല വെൽ ബാലൻസ്ഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അല്ലേ മൃണാളെ? എനിക്ക് യാതൊരു അഭിപ്രായമില്ല. ഞാൻ പൊതുവെ ഒരു കാര്യത്തിനെ പറ്റിയിട്ടും ഒരു ഫുഡിനെ പറ്റിയിട്ടും ഒരു അഭിപ്രായം ഞാൻ പൊതുവെ ആരോടും പറയാറില്ല. ക്യാമറയിൽ മാത്രമേ പറയാറുള്ളൂ. അല്ല, നാടുകളിലൊക്കെ പായസമേ ഉള്ളൂ. ഇന്നാണ് നമുക്ക് എൻ്റെ അമ്മയ്ക്ക് പുഡിങ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ജെല്ലി മിഠായി ഉണ്ടാക്കാനോ ഒന്നും അറിയത്തില്ല. അമ്മ ഒരു ദിവസം ഗോതമ്പ് പായസം വെക്കും, ഒരു ദിവസം സേമിയ പായസം വെക്കും, ഒരു ദിവസം അടപ്രഥമൻ വെക്കും. ഇത്രയൊക്കെ തന്നെ. ഐശ്വര്യമുള്ള ഒരു സ്പൂണിട്ട് കഴിഞ്ഞാൽ 2 അണ്ടിപ്പരിപ്പ് വരെ കിട്ടും. ആ പൊള്ളുവോ? ആ, ഉറപ്പായിട്ടും പൊള്ളും. എന്നാ ഇവിടെ ഇരിക്കട്ടെ. പെട്ടെന്ന് അവിചാരികമായിട്ട് ആളുകൾ കയറി വന്ന് ഭക്ഷണം കഴിച്ചു, കറി തീർന്നു പോയി. അപ്പോൾ എനിക്ക് വിശക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മ ആടിനെ കിട്ടിയിട്ട് ആ മോളിൽ നിന്ന് പറമ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഞാൻ കണ്ടത് കുറച്ച് കോവയ്ക്ക, കുറച്ച് വള്ളിപ്പയർ, കുറച്ച് ചീരയുടെ നാമ്പ്. അതും പത്തൽ വേലിച്ചീര എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. വേലിക്ക് കുത്തുന്ന ചീരയാണ്. അതും എടുത്തുകൊണ്ട് വന്നു, അതും കൊണ്ടുവന്ന് ചട്ടിക്കകത്ത് ഇട്ടു, കുറച്ച് തേങ്ങ അരച്ചു, അതിന് കൊടുത്ത് കാന്താരി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല റെസിപ്പി. അപ്പം നിങ്ങൾ പറയരുത്, ഒതന്റിസിറ്റിയുടെ കാര്യം പറയരുത്. റെസിപ്പി അറിയാൻ പാടില്ല, അത് സത്യം. നിങ്ങൾ ഇവിടുന്ന് 2 കാലം ഇറങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കാലില്ലെങ്കിലും കുഴപ്പമില്ല, സത്യം സത്യം പോലെ പറയും. ചെന്നൈയിൽ നിന്നൊക്കെ പാടാണ് കേട്ടോ. ഞങ്ങൾക്ക് കട മാത്രമല്ല, പിന്നെ വേറെ പല പരിപാടികളും. അരിയാട്ടൽ, ബാക്കിൽ അതിന്റെ അരിയാട്ടൽ. എന്നെ കൊണ്ട് മാനുവൽ ലേബർ ചെയ്യിക്കാന്നൊരു വ്യാമോഹം ഉണ്ടെങ്കിൽ നടക്കൂല. ഗേറ്റ് തുറക്കണമെങ്കിൽ അതിങ്ങനെ തുറക്കുന്ന ഗേറ്റ് ആണെങ്കിൽ ഞാൻ കാർ ഇങ്ങനെ മെല്ലെ മെല്ലെ അതിൽ ടച്ച് ചെയ്യിച്ചിട്ട് ഇത് തുറക്കാനേ ശ്രമിക്കുള്ളൂ. ശരീരം അനങ്ങാച്ച ഭക്ഷണം കഴിക്കാൻ സുഖമായിട്ട് പറ്റും. ഒരാളെ ജോലിക്ക് വെച്ചിട്ട് ജിമ്മിൽ അയപ്പിച്ചാലോ എന്ന് ആലോചിക്കുന്ന ആളാണ് ഞാൻ. അപ്പോഴാണ് അങ്ങനെ ഒരാൾക്ക് കൊടുക്കാനുള്ള ശമ്പളം കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ ചെയ്യുന്നില്ല. ഞാൻ പായസം തീർന്നില്ലേ? അങ്ങനെ തീർന്നു. ആക്ച്വലി അന്നോട് എന്തൊക്കെ പറഞ്ഞാലേ ഭക്ഷണം കൊള്ളാം. പിന്നെ അത് അടയ്ക്ക് കറക്റ്റ് വേവാം, പെർഫെക്റ്റ്. ഈ പൊറോട്ട ഒരു നാടൻ പൊറോട്ടയും ആ സ്റ്റ്യൂവിലെ തേങ്ങാപ്പാലും കുറച്ച് തിന്നറും ആയിരുന്നെങ്കിൽ ദിസ് ഈസ് എ പെർഫെക്റ്റ് ടേബിൾ. ഈശ്വര പച്ചടി, ചോറെവിടെ? വേറൊരു ഗ്ലാസ് തന്നാലും മതി കേട്ടോ. പായസം കുടിക്കണമായിരുന്നു. കുറച്ച് മതി. പച്ചടി തീർന്ന്, രണ്ടാമതെടുത്തോ. പച്ചടി എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതും ഈ വെള്ളരിക്ക, കക്കിരിക്ക, പാവയ്ക്ക. പണ്ട് പോലെ കല്യാണം ഗ്ലാസ് ആണല്ലോ, ഗ്ലാസ് എടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കാൻ തിരിച്ചു ഗ്ലാസ് ചെയ്യും. ഇന്നിനി എന്നെ ഒരു പണിക്കും കൊള്ളൂല. അതെ, ഈ ഞങ്ങൾക്ക് തന്ന ഇത്രയും ഫുഡില്ലേ, ഇത് ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചത്? എത്ര കാശായി? ഇതാണ് അന്നമ്മയുടെ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ എപ്പോൾ വന്നാലും ഇതേ ഫുഡ്. അത് പറയും. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതല്ലേ? അല്ലേ? ഇപ്പൊ ലഞ്ച് കഴിച്ചിട്ടല്ലേ പോകുന്നേ?
അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ലഞ്ച് അല്ല. എടാ ഇച്ചിരി നാരങ്ങാച്ചാറ് എടാ, പറ്റൂല എനിക്ക് തരാത്ത നാരങ്ങാച്ചാർ ഇവിടെ ആർക്കും കൊടുക്കണ്ട, അങ്ങനെ ഉണ്ടാക്കണ്ട. ആഹാ, നാരങ്ങാച്ചാറ് എനിക്ക് വേണം. ഞാൻ കഴിച്ചിട്ട് ബാക്കി വല്ല ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. കണ്ടോ കൊണ്ടോ ഞാനെപ്പോഴും പറയും ഇതൊന്ന് തൊടുവയ്ക്കും, എനിക്കും ഇഷ്ടം. ഐ ലൈക്ക് ഞാൻ ഇറ്റ്. പറയും പാൻസാര ഒന്ന് നശിപ്പിച്ചേക്കുന്നത്. ഉണങ്ങുമ്പോൾ ആ ഒരു വാട്ടർ ഉണങ്ങിയല്ല, നമ്മൾ എൻ്റെയൊക്കെ വീട്ടിലിടുമ്പോൾ അങ്ങനെയാണ്, വെറുതെ ആവിക്ക് കിട്ടും, എന്നിട്ട് അങ്ങ് അച്ചാറിടത്തേ ഉള്ളൂ, എണ്ണയിൽ വാട്ടത്തില്ല. കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഈ ഇതില്ലേ, അതായത് ഇതിൻ്റെ ഫ്ലഷ് അങ്ങ് കട്ടിയാവും. 25 വെച്ചിട്ട് അച്ചാർ ഇട്ട് വരണം, നാരങ്ങ മറ്റേ പാക്കറ്റില് പാക്കറ്റിൽ അടിയിൽ ഇങ്ങനെ കടിച്ചിങ്ങനെ. ഞാനൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ കഴിച്ചോണ്ടാ പോണേ. എന്താ സാധനം ഇത്? നമുക്ക് പിന്നെ മേടിക്കാൻ 25 പൈസ എവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ അതൊക്കെ കിട്ടും.